ഹരി ഓം. ഇന്ന് ശ്രീമന്നാരായണീയത്തിലെ 60-ാം ദശകമായ ഗോപീവസ്ത്രാപഹരണമാണ് വായിക്കാൻ പോകുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ 22-ാം അധ്യായത്തിൽ 27 ശ്ലോകം വരെയുള്ള ഭാഗത്തിൽ പ്രതിപാദിക്കുന്ന കഥയുടെ അംശമാണ് ഈ ദശകത്തിൽ സംഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകം: മദനാതുരചേതസോന്വഹം ഭവദംഘ്രിദ്വയദാസ്യ കാമ്യയാ യമുനാതടസീം നിസൈകതീം തരളാക്ഷ്യോ ഗിരിജാം സമാർച്ചിജൻ. അർത്ഥം: മദനാതുരചേതസഃ തരളാക്ഷ്യഃ, പ്രേമദുഃഖിതഹൃദയകളായ വ്രജസുന്ദരികൾ, അന്വഹം ഓരോ ദിവസവും, ഭവദംഘ്രിദ്വയദാസ്യകാമ്യയ അവിടുത്തെ പാദാരവിന്ദ ശുശ്രൂഷ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട്, യമുനാതട സീംനി സൈകതീം ഗിരിജാം സമാർച്ചിജൻ, കാളിന്തി തീരത്തിൽ, അതായത് യമുനാതടത്തിൽ പൂഴി മണ്ണുകൊണ്ട് സ്വയം നിർമ്മിച്ച കാത്യായനി വിഗ്രഹത്തെ ഭക്തിയോടെ പൂജിച്ചു. ഗോപികളുടെ ഭഗവതീ സേവാപ്രകാരം സംഗ്രഹിച്ചു കാണിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകം: തവ നാമകഥാരതാസമം സുദൃശഃ പ്രാതരുപാഗതാ നദീം ഉപഹാരശതൈരപൂജയൻ ദയിതോ നന്ദസുതോ ഭവേദിതി. അർത്ഥം: സുദൃശഃ പ്രാതഃ സമം തവ നാമകഥാരതാഃ, ആ സുന്ദരികൾ പ്രഭാതത്തിൽ കൂട്ടം കൂട്ടമായി അവിടുത്തെ നാമങ്ങളും കഥകളും കീർത്തനം ചെയ്യുന്നതിൽ തൽപരകളായി. നദീം ഉപാഗതാഃ, കാളിന്തിയുടെ തീരത്തെത്തി സ്നാനം ചെയ്ത്, ഉപഹാരശതൈഹി പുഷ്പം, മാല, ധൂപദീപങ്ങൾ, നിവേദ്യം മുതലായ അനേകം പൂജാദ്രവ്യങ്ങൾ കൊണ്ട്, നന്ദസുതഃ ദയിതഃ ഭവേത്, നന്ദനന്ദനൻ ഭർത്താവായിത്തീരണമേ എന്ന ഇതി അപൂജയൻ പ്രാർത്ഥനയോടെ ദേവീ പൂജ നിർവഹിച്ചു. മൂന്നാമത്തെ ശ്ലോകം: ഇതി മാസമുപാഹിതവ്രതാ തരളാക്ഷീരഭിവീക്ഷ്യതാ ഭവാൻ കരുണാമൃദുലോ നദീതടം സമയാസീത്തദനുഗ്രഹേച്ഛയാ. അർത്ഥം: ഭവാൻ താഹ തരളാക്ഷീഹി, അവിടുന്ന് ആ സുന്ദരിമാരെ ഇപ്രകാരം ഒരു മാസം, ഇതി മാസം ഉപാഹിതവ്രതാഹ, മുഴുവൻ കാത്യായനി വ്രതം അനുഷ്ഠിച്ചവരായി, അഭിവീക്ഷ്യ കണ്ടിട്ട്, കരുണാമൃദുലഃ സൻ ദയ കൊണ്ട് ആർദ്രഹൃദയനായിത്തീർന്ന്, തദനുഗ്രഹേച്ഛയ അവരെ അനുഗ്രഹിക്കാനുള്ള അഭിലാഷത്തോടെ, നദീതടം സമയാസി നദീതീരത്തിലേക്ക് എഴുന്നള്ളി. നാലാമത്തെ ശ്ലോകം: നിയമാവസിതൗ നിജാംബരം തടസീമന്യപമുച്യ താസ്തദാ യമുനാജലഖേലനാകുല പുരതസ്ത്വാമവലോക്യ ലജ്ജിതാ. തഥാ നിയമാവസിതൗ തടസീമനി നിജാംബരം അവമുച്യ, അപ്പോൾ വ്രതാവസാനത്തിൽ കാളിന്തി തീരത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചിട്ട്, യമുനാജലഖേലനാകുലാഃ താഃ പുരതഃ ത്വാമവലോക്യ ലജ്ജിതാഃ, കാളിന്തി ജലത്തിൽ കളിയാടിത്തളർന്ന അവർ മുന്നിൽ അവിടുത്തെ കണ്ടിട്ട് വല്ലാതെ ലജ്ജിച്ചു. അഞ്ചാമത്തെ ശ്ലോകം: ത്രപയാ നമിതാനനാസ്വഥോ വനിതാ സ്വംബരജാലമന്തികേ നിഹിതം പരിഗൃഹ്യ ഭൂരുഹോ വിടപം ത്വം തരസാധിരൂഢവാൻ. അർത്ഥം: അഥോത്വം വനിതാസു ത്രപയാ നമിതാനനാസു, അനന്തരം നിന്തിരുവടി ഗോപികൾ ലജ്ജ കൊണ്ട് മുഖം കുനിച്ചു നിന്നപ്പോൾ, അന്തികെ നിഹിതം അംബരജാലം പരിഗ്രഹ്യ അടുത്തു വച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം വാരിയെടുത്ത്, ഭൂരുഹഃ വിടപം തരസാ അധിരൂഢവാൻ ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിൽ പെട്ടെന്ന് കയറി ഇരിപ്പായി. ലജ്ജ കൊണ്ട് മുഖം കുനിച്ചു നിന്നപ്പോൾ എന്നത്
ഗോപവനിതകൾ കാണാതെ വസ്ത്രമെടുക്കാനുള്ള സൗകര്യം ലഭിപ്പാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് ഭാഗവതത്തിൽ ഇല്ലാത്തതും ഭംഗിയുള്ളതുമായ ഒരു മനോധർമ്മമാകുന്നു. അതായത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഈ സന്ദർഭം ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം കൂട്ടിച്ചേർത്തതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 6ാമത്തെ ശ്ലോകം. ഇഹ താവതുപേത്യ നീയതാം വസനം വസ്സുദൃശോ യഥായഥം ഇതി നർമ്മമൃദുസ്മിതേ ത്വയി ബ്രുവതി വ്യാമുമുഹേ വധൂജനൈഃ. സുദൃശഃ ഇഹ താവതുപേത്യ, സുലോചനമാരെ ഇവിടെ തന്നെ വന്നിട്ട്, വഹ വസനം യഥായഥം നീയതാം, നിങ്ങളുടെ വസ്ത്രം തിരഞ്ഞെടുത്തു കൊണ്ടുപോയിക്കൊള്ളുവിൻ. ത്വയി നർമ്മമൃദുസ്മിതേ ഇതി ബ്രുവതി, നിന്തിരുവടി നേരം പോക്കായി നർമ്മത്താൽ പുഞ്ചിരി തൂകി ഇങ്ങനെ പറഞ്ഞപ്പോൾ, വധൂജനൈഹി വ്യാമുമുഹേ, ആ പെൺകൊടികൾ ലജ്ജാദികളാൽ കിംകർത്തവ്യമുടകളായിത്തീർന്നു. ഇവിടെ ഭഗവാന്റെ ചെയ്തികൾ ഒരിക്കലും തുലനത്തിന് അർഹമല്ല. സാധാരണ മനുഷ്യനും ശ്രീകൃഷ്ണ ഭഗവാനും ഒന്നല്ല. അതുകൊണ്ട് ഈ സന്ദർഭങ്ങൾ സാധാരണ മനുഷ്യരുമായിട്ട് തുലനം ചെയ്യുന്നത് അനുയോജ്യമല്ല. ഈ ശ്രീമന്നാരായണീയത്തിൽ തന്നെ 66ാം ദശകത്തിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ വചനം ധർമ്മപ്രധാനമാണ്, ധർമ്മപ്രമാണമാണ് എന്ന്. പ്രവർത്തികളാണെങ്കിൽ മറ്റുള്ളവർക്ക് അനുകരണ യോഗ്യങ്ങളുമല്ല എന്ന്. കാരണം ഭഗവാൻ നിർമ്മലനാണ്, നിഷ്കളങ്കനാണ്. ഭഗവാനെ ഒരു ചെളിയും ഏൽക്കുന്നില്ല. ഇത് നല്ലപോലെ മനസ്സിലാക്കേണ്ടതാണ്. വിശേഷിച്ചും ഇങ്ങനത്തെ ലീലകൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ് ഭഗവാൻ സാധാരണ മനുഷ്യനല്ല എന്ന്. കാരണം ഭഗവാൻ തന്നെയാണ് പൂതനയ്ക്കും ശകടാസുരൻ പോലെ പലവിധ അസുരന്മാർക്കും മോക്ഷം കൊടുത്തത് അല്ലെങ്കിൽ വധിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ഭഗവാന്റെ ലീലകൾ അനേകമുണ്ട്. കാളിന്തി ജലത്തിൽ വെച്ച് കാളിയ മർദ്ദനം, കാളിയൻ്റെ മേൽ നൃത്തം ചെയ്യുന്നത്, ഇതൊന്നും സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അങ്ങനെയുള്ള ഭഗവാന്റെ മഹിമ ഒരിക്കലും സാധാരണ ജനങ്ങളായ നമ്മളുമായി തുലനം ചെയ്യുന്നത് വളരെയധികം വിഡിത്തമാണ്. 7ാമത്തെ ശ്ലോകം. ഐ ജീവചിരം കിശോര നസ്തവദാസീരവശീകരോഷി കിം പ്രതിശാംബരമംബുജേക്ഷണേത്യുദിതസ്ത്വം സ്മിതമേവ ദത്തവാൻ. അർത്ഥം: ഐ കിശോര, അല്ലയോ ഉണ്ണി, ചിരംജീവ, ദീർഘായുസ്സായിരിക്കുക. തവ ദാസീന, നിന്റെ ദാസികളായ ഞങ്ങളെ എന്തിനാണ് കിം അവശീകരോഷി, കഷ്ടപ്പെടുത്തുന്നത്? അംബുജേക്ഷണ, താമരക്കണ്ണ, അമ്പരം പ്രതിശ, വസ്ത്രമിങ്ങു തരൂ. ഇതി ഉദിതഹത്വം, ഇങ്ങനെ ഗോപിമാർ പറഞ്ഞപ്പോൾ നിന്തിരുവടി സ്മിതമേവ ദത്തവാൻ, പുഞ്ചിരി മാത്രമേ നൽകുകയുണ്ടായുള്ളൂ. 8ാമത്തെ ശ്ലോകം. അധിരുഹ്യതടം കൃതാഞ്ജലി പരിശുദ്ധാ സ്വഗതിർനിരീക്ഷ്യത വസനാന്യഖിലാന്യനുഗ്രഹം പുനരേവം ഗിരമപ്യതാമുദാ. അർത്ഥം: തടം അധിരോഹ്യ കൃതാഞ്ജലീഹി, കരയ്ക്ക് കയറി വന്ന് കൈകൂപ്പിത്തൊഴുതവരും, പരിശുദ്ധരായവരും, സ്വഗതീഹി, ഭഗവാൻ മാത്രം ശരണമായിട്ടുള്ളവരും, താഹാ നിരീക്ഷയത്വം, അങ്ങനെയുള്ള സുന്ദരിമാരെ കണ്ടിട്ട് അവിടുന്ന് അഖിലാനി വസനാനി പുനഃ അനുഗ്രഹമേവ ഗിരം അപി മുദാ അദാഹ, എല്ലാ വസ്ത്രങ്ങളും പിന്നീട് അനുഗ്രഹമായിട്ട് ഇപ്രകാരമുള്ള വാക്കും സന്തോഷത്തോടെ നൽകി. അതായത് ഭഗവാൻ ഗോപിമാരെ ആശ്വസിപ്പിക്കുകയാണ്. 9ാമത്തെ ശ്ലോകം. വിദിതം നനുവോ മനീഷിതം വതിതാരസ്ത്വിഹ യോഗ്യമുത്തരം യമുനാ പുളിനേ സചന്ദ്രികാ ക്ഷണദ ഇത്യബലാസ്ത്വമൂചിവാൻ. അർത്ഥം:
വഹ മനീഷിതം വിദിതം നനു, നിങ്ങളുടെ ആഗ്രഹം എനിക്ക് മനസ്സിലായി. ഇഹ യോഗ്യമുത്തരം തു യമുനാപുളിനെ സ ചന്ദ്രികാഹ ക്ഷണതാഹ വദിതാരഹ. ഈ വിഷയത്തിൽ യോഗ്യമായ ഉത്തരം യമുനാപുളിനത്തിൽ വെച്ച് പൂനിലാവ് തീർക്കുന്ന രാത്രികളിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. ഇതിത്വം അബലാഹ ഊജിബാൻ, ഇപ്രകാരം നിന്തിരുവടി ആ അബലകളോട് അരുളി ചെയ്തു. പ്രേമപരവശകളായ ഗോപിമാർ ആശ്വസ്തകളായി മടങ്ങിപ്പോകുന്നു. 10ാമത്തെ ശ്ലോകം. ഉപകർണ്യഭവൻ മുഖച്യുതം മധുനിഷ്യന്തി വചോ മൃഗീദൃശ പ്രണയാദയി വീക്ഷ്യ വീക്ഷ്യത്തെ വദനാബ്ജം ശനകൈർഗൃഹം ഗതാ. അർത്ഥം: മൃഗീദൃശ ഭവൻ മുഖച്യുതം, ആ മാൻകണ്ണിമാർ അവിടുത്തെ തിരുമുഖത്തു നിന്നുതിർന്ന മധുനിഷ്യന്തി വചഹ ഉപകർണ്യ, തേനൊഴുകുന്ന വാക്കുകളെ കേട്ടിട്ട്, അയിതേ വദനാബ്ജം, അലയോ ഗുരുവായൂരപ്പ അവിടുത്തെ മുഖാരവിന്ദത്തെ, പ്രണയാത് വീക്ഷ്യ വീക്ഷ്യ ശനകൈ ഗൃഹം ഗതാഹ, പ്രണയം കൊണ്ട് വീണ്ടും വീണ്ടും ഒളിഞ്ഞു നോക്കിക്കൊണ്ട് മെല്ലെ മെല്ലെ ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി. 11ാമത്തെ ശ്ലോകം. ഇതിനന്വനുഗൃഹ്യ വല്ലഭീർവിപിനാന്തേഷു പുരേവ സഞ്ചരൻ കരുണാശിശിരോ ഹരേ ഹര ത്വരയാ മേ സകലാമയാവലീ. അർത്ഥം: ഇത് വല്ലഭി അനുഗ്രഹ്യ, ഇപ്രകാരം ഗോപസുന്ദരിമാരെ അനുഗ്രഹിച്ചിട്ട്, വിപിനാന്തേഷു, കാടിൻ്റെ അന്തർഭാഗങ്ങളിൽ മുമ്പിലത്തെ പോലെ, പുരായി ഇവ സഞ്ചരിക്കുന്ന ദയാശീതള ഹൃദയനായ നിന്തിരുവടി, കരുണാശിശിരഹത്വം നനു ഹരേ ത്വരയാമേ സകലാമയാവലീം. ഹര, ശ്രീഹരേ ഗുരുവായൂരപ്പ, വേഗത്തിൽ എൻ്റെ രോഗസമൂഹത്തെയെല്ലാം നശിപ്പിച്ച് കളയണമേ. ഈ കഥ ഭാഗവതത്തിലത്തെ ഒരു കഥയുടെ അംശമാണ്, അതായത് ഗോപി വസ്ത്രാപഹരണം എന്ന ഈ കഥ. പ്രേമദുഃഖിത ഹൃദയങ്ങളായ വ്രജസുന്ദരികൾ, അതായത് ഗോപിമാർ, എല്ലാ ദിവസവും ഭഗവാന്റെ പാതാരവിന്ദ ശുശ്രൂഷ ചെയ്യുവാനുള്ള ആഗ്രഹം പൂണ്ട് കാത്യായനി ദേവിയെ ഭക്തിയോടെ പൂജിച്ചു വന്നു. ആ ഗോപികമാർ പ്രഭാതത്തിൽ കൂട്ടം കൂട്ടമായി ഭഗവാന്റെ നാമങ്ങളും കഥകളും കീർത്തനം ചെയ്യുന്നതിൽ തൽപരകളായി. കാളിന്തിയുടെ തീരത്തിലെത്തി സ്നാനം ചെയ്ത് പുഷ്പം, മാലം, ധൂപദീപ നിവേദ്യം മുതലായ അനേകം പൂജാദ്രവ്യങ്ങൾ കൊണ്ട് ഭഗവാൻ ഭർത്താവായി തീരണമേ, ശ്രീകൃഷ്ണ ഭഗവാൻ നന്ദൻ്റെ നന്ദനായ ഭഗവാൻ ഭർത്താവായി തീരണമേ എന്ന പ്രാർത്ഥനയോടെ കാത്യായനി ദേവിയെ പൂജിച്ചു. ഗോപിമാർ ജപിച്ചിരുന്ന മന്ത്രം ശ്രീമദ് ഭാഗവതത്തിൽ ഇങ്ങനെയാണ്: കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരു തേ നമ. കാത്യായനി വ്രതം അനുഷ്ഠിച്ച അവരെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാന് ദയ തോന്നി. ഭഗവാൻ കാളിന്തി തീരത്തിലേക്ക് എഴുന്നള്ളി. വ്രതാവസാനത്തിൽ കാളിന്തി തീരത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചിട്ട് കാളിന്തി ജലത്തിൽ കളിയാടിത്തളർന്ന ഗോപികമാർ മുന്നിൽ ഭഗവാനെ കണ്ടിട്ട് വല്ലാതെ ലജ്ജിച്ചു. സുന്ദരിമാർ ലജ്ജയോടെ മുഖം കുനിച്ചു നിന്നപ്പോൾ ഭഗവാൻ അവരുടെ വസ്ത്രങ്ങളെല്ലാം വാരിയെടുത്ത് ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിൽ പെട്ടെന്ന് കയറിയിരിപ്പായി. അങ്ങനെ, സുലോചനമാരെ, ഇവിടെ തന്നെ വന്നിട്ട് നിങ്ങളുടെ വസ്ത്രം തിരഞ്ഞെടുത്ത് കൊണ്ടുപോയിക്കൊള്ളുവിൻ എന്ന് ഭഗവാൻ നർമ്മത്തോടെ പുഞ്ചിരി തൂകി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗോപികമാർ ലജ്ജാദികളാൽ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. അലയോ ഉണ്ണി, ദീർഘായുസ്സായിരിക്കുക. ഗോപികമാർ പറയുന്നതാണിത്. നിന്റെ ദാസികളായ ഞങ്ങളെ എന്തിനാണ് കഷ്ടപ്പെടുത്തുന്നത്? അല്ലയോ താമരക്കണ്ണ, വസ്ത്രം ഇങ്ങ് തരൂ. ഇങ്ങനെ ഗോപികമാർ പറഞ്ഞപ്പോൾ ഭഗവാൻ പുഞ്ചിരി മാത്രമേ നൽകുകയുണ്ടായുള്ളൂ. ഇതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. എന്താണ് ഞങ്ങളെ പ്രേയസിമാരാക്കാത്തത്? പത്നിമാരാക്കി, അതായത് പ്രേയസിമാരാക്കി അധീനകളാക്കാത്തത് എന്നും അവശീകരോഷി എന്ന പദത്തിന് ഒരു വ്യംഗ്യ വിവക്ഷിതം ഉണ്ട്. കരയ്ക്ക് കയറി വന്ന് കൈകൂപ്പി തൊഴുതവരും
നഗ്നകളായി ജലക്രീഡ ചെയ്തതുകൊണ്ടുള്ള പാപമെല്ലാം ഈ പ്രായശ്ചിത്തം കൊണ്ട് നശിച്ചവരും, അതായത് പരിശുദ്ധരായവരും താൻ മാത്രം, ഭഗവാൻ മാത്രം ശരണമായിട്ടുള്ളവരുമായ ആ സുന്ദരിമാരെ കണ്ടിട്ട് ഭഗവാൻ എല്ലാ വസ്ത്രങ്ങളും പിന്നീട് അനുഗ്രഹമായിട്ട് ഇപ്രകാരമുള്ള വാക്കും സന്തോഷത്തോടെ നൽകി. നിങ്ങളുടെ അഭിലാഷം എനിക്ക് മനസ്സിലായി. ഈ വിഷയത്തിൽ ഉചിതമായ ഉത്തരം യമുനാപുളിനത്തിൽ വെച്ച് ഞാൻ പറഞ്ഞു തരാമെന്ന് ഭഗവാൻ ആ ഗോപിമാരോട് പറഞ്ഞു. പിന്നീട് ഭഗവാനെ നോക്കിയവർ സ്വന്തം ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഇപ്രകാരം ഗോപസുന്ദരിമാരെ അനുഗ്രഹിച്ചിട്ട് കാടിൻ്റെ അന്തർഭാഗങ്ങളിൽ മുമ്പത്തെ പോലെ സഞ്ചരിക്കുന്ന ദയാശീതളഹൃദയനായ ഭഗവാനെ, ശ്രീഹരേ ഗുരുവായൂരപ്പ, വേഗത്തിൽ എൻ്റെ രോഗസമൂഹത്തെ എല്ലാം നശിപ്പിച്ചു കളയണമേ. ഇനി തുടർന്ന് ഈ ശ്രീമന്നാരായണീയത്തിൽ വിപ്രപത്നി അനുഗ്രഹം, ഗോവർദ്ധന പൂജ, ഗോവർദ്ധനോദ്ധാരണം തുടങ്ങിയ ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെ ലീലകളെക്കുറിച്ച് കേൾക്കാം. ധന്യവാദ.